അദ്ദേഹത്തിന് ഉപഹാരം നൽകാനായി ശ്രീ പ്രേംകുമാർ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു ഡീഫോൾട്ട് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. இப்போ பிரவீன் பிரசிடென்ட் ஆனதுக்கப்புறம் எல்லா வருஷம் இங்கே கூட்டிகிட்டு வந்துடுவார்னு நினைக்கிறேன். பட் அவர் சொன்ன ஒரு உண்மையான ஒரு விஷயம் என்னென்னா, யூ வாண்டட் டு மேக் எ டிஃப்ரென்ஸ் டு சிடிஎம்ஏ. கண்டிப்பாக அவர் பண்ணியிருக்காருன்னு நினைக்கிறேன், நீங்கள் தான் சொல்லணும். ஸோ அந்த ஒரு எஃபர்ட் போட்டு சிடிஎம்ஐ பெரிய லெவலில் நான் ஏன் தமிழில் பேசுகிறேன்னா, இங்கே இருக்கிற மலையாளி யாராவது கரெக்டாக தமிழில் பேசுகிற மாதிரி இருக்கணும். ஸோ அதனால தான். ஸோ அண்ட் மை மலையாளம் இஸ் நாட் தட் குட், தட்ஸ் வை, ஸோ ப்ளீஸ் பேர் வித் மீ. ஸோ அந்த ஒரு தாட் அது ஆக்சுவலாக நான் இருக்கும்போது அந்த டிசிஷனை எடுத்திருந்தாரு. ஏன்னா அவர் நிறைய வருஷமாக எனக்கு அவரை தெரியும். நான் அவர்கிட்ட கேட்ட ஒரே ஒரு விஷயம் தான், ஏற்கனவே நிறைய பிரச்சனை இருக்குது, இந்த இதுலேயும் இது பண்ணுமான்னு கேட்டேன். பட் ஹி வாஸ் வெரி பேஷனேட். ஹி வாண்டட் டு டூ லாட் டு த சிடிஎம்ஏ அசோசியேஷன். ஸோ வெரி ஹாப்பி அண்ட் ப்ரவுட் டு கம் எவ்ரி இயர். எல்லா வருஷம் நான் வந்துடுறேன். ஏன்னா எனக்கு ஒரு பெரிய ரெக்கக்னேஷன். இப்போ மலையாளி சசி சதுர்வேதி சார் ஒரு பெரிய ஒரு ஐடென்டிட்டி. மலையாளினாலே ஒரு பெரிய ஐடென்டிட்டி. நம்ம ஒரு நேஷ்னல் லெவலில் ரெஸ்பெக்ட் பண்ண, இன்டர்நேஷ்னல் லெவலில் ரெஸ்பெக்ட் பண்ணக்கூடிய ஒரு ஸோ மச். ஏன்னா அவரை பார்த்தோன்னே நான் ஒரு விஷயம் சொன்னேன், சார் நீங்கள் பண்ண ஆடெல்லாம் செம்மையாக இருக்குது, அந்த கிரிக்கெட் ஃபுட்பால் ஆட்ஸ் எல்லாம் சூப்பராக இருக்குது, இட்ஸ் வெரி இன்ட்ரெஸ்டிங் சொன்னேன். ஸோ ஏன்னா ஆனால் எனக்கு இன்னைக்கு தான் ஒரு விஷயம் புரிஞ்சுது. ஏன்னா அவரை பார்த்தோன்னே அவர் பேசுகிற இங்கிலீஷே புரியாது, ரொம்ப கஷ்டமாக இருக்கும். ஆனால் இன்றைக்கி தான் எனக்கு தெரிஞ்சது, அவர் மலையாளத்தில் பேசினாலே இங்கிலீஷ் மாதிரி தான் இருக்குது. ஸோ அப்போ தான் புரிஞ்சது, ஓகே அப்போ கண்டிப்பாக எங்களுக்கு அவரோட இங்கிலீஷ் புரியாது. பட் வெரி ஸ்வீட் ஆஃப் ஹிம் டு கம் ஹியர், பிகாஸ் I know he's too busy, but he made an effort to come and make everybody proud. So happy. And kandipa அடுத்த வருஷம் நம்ம பார்க்கலாம். Thank you. ആവണിപ്പൂവരങ്ങ് 2025 നമ്മുടെ ഓണാഘോഷത്തിന്റെ CTMA കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആവണിപ്പൂവരങ്ങ് 2025 സമാപന ദിവസത്തിന് തിരി തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉപഹാരം സമ്മാനിക്കാനായി ശ്രീ TV വിജയകുമാർ അവരോട് അഭ്യർത്ഥിക്കുന്നു. ഒരു സ്നേഹോപഹാരം കൂടി സമ്മാനിക്കാനായി ശ്രീ BC പ്രവീൺ അവരോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ശശി തരൂരിന്റെ ഉദ്ഘാടന പ്രസംഗം. ഇത്ര തമിഴ്നാട് താമസിക്കുന്ന മലയാളികളെ കാണാനും അവരുടെ നേതൃത്വത്തിൽ അവരെ ഈ സ്ഥാപനത്തിനെ 30 വർഷമായിട്ട് ഇങ്ങനൊരു ഊർജ്ജസ്വലമായ വേദിയായിട്ട് തമിഴ്നാട് മലയാളികളുടെ ഒരു വേദിയായിട്ട് അവരെ കൊണ്ടുവന്നതിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും കൺഗ്രാറ്റുലേഷൻസും പറയട്ടെ. നിങ്ങളെല്ലാവരും കാണുമ്പോൾ നിങ്ങളുടെ എണ്ണം, നിങ്ങൾ ഇവിടെ എല്ലാം ഇരുന്ന് കേൾക്കാനും നിങ്ങൾ കാണിക്കുന്ന ആ ക്ഷമയും ആ
സന്തോഷവും ഞാൻ പങ്കെടുക്കുന്നു. ഇത് വെറും ഒരു ഓണം ആഘോഷം മാത്രമല്ല. ഓണം നമ്മളെല്ലാവരും ഒരു ദിനത്തിൽ ആഘോഷം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ശരിക്ക് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു ബന്ധത്തിൻ്റെ ഒരു ആഘോഷമാണ്. നമ്മളെല്ലാ വിധത്തിലും രണ്ട് അയൽവാസികൾ ശരിക്ക് ഒരേ ഒരു നാട് പോലെ ഒരു ഷെയർഡ് ജോഗ്രഫി, ഒരേ ചരിത്രം, ഒരേ ഇതിഹാസം, ഒരേ ഭാവി നമുക്ക് കുറേ നൂറ്റാണ്ടുകളായിട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃകയാണ് ഇന്നത്തെ കൂട്ടായ്മ. അപ്പോൾ ആ ചരിത്രം, ആ ഭാഗ്യം, അതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ അടിയിൽ നിൽക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. നമ്മുടെ ഗോപിനാഥ് മുതുക്കാടിൻ്റെ മാജിക്കും ശ്രീ ആര്യയുടെ മസിൽസും കുറേ പാട്ട് കച്ചേരിയും ഒക്കെ വരാൻ പോകുന്ന സ്ഥിതിയിൽ ദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആർക്കും ഒരു ക്ഷമയില്ലായിരുന്നു. ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മലയാളികളുടെ ഒരു കൂട്ടായ്മ, സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ, സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതിന് നമ്മളെല്ലാവരും അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും സംസ്കാരം യോജിച്ചുകൊണ്ട് മിശ്രിതമായി നടത്തുന്ന ഒരു ആഘോഷ പരിപാടിയാണ് ആവണിപ്പൂവ്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ തമിഴ്നാട്ടിലെയും കേരളത്തിൻ്റെയും എല്ലാവരെയും ചേർത്തുകൊണ്ട് സഹോദരങ്ങളായി കരുതിക്കൊണ്ട് അവരുടെ സംസ്കാരങ്ങൾ ഒരുമിച്ച് എങ്ങനെ ഏത് രീതിയിൽ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലനാട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം 2 മാസം അതിന് കാരണം നമുക്ക് ഒഴിവ് ദിവസങ്ങൾ മാത്രമേ ഓണം ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും ഒത്തുചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ടെല്ലാം ഞായറാഴ്ച എല്ലാ പരിപാടികളാണ്. അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ തമ്മിലത്തെ മറക്കാതെ നമ്മളിന്ന് ആവർത്തിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ. പിന്നെ ഒന്ന് പറയാനുള്ളത്, കാരണം നമ്മുടെ ഓണ ആഘോഷം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അന്ന് തമിഴ്നാട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് നവീകരണം എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് ഓണം നന്നായതാണ്. അതുപോലെ തന്നെ ഓണം നമുക്കൊരു ദേശീയ ലീവായി കിട്ടാൻ നമ്മൾ പ്രവർത്തിക്കണമെന്ന് ആരോട് ഞാൻ പറയുകയാണ്. ഇന്ന് തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ വളരെ സ്നേഹത്തോടുകൂടി ന്യായപരമായ ചില കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഈ സമയത്ത് തീർച്ചയായും ഇത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓണത്തിന് ഒരു ദേശീയ ഓണം മുഴുവനും തമിഴ്നാട്ടിലും കേരളത്തിൽ ആഘോഷിക്കുന്ന പോലെ തന്നെ ഇവിടെ ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എടുക്കണം. മലയാളികൾക്ക് സാധിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളും മലയാളികൾ ലോകം മുഴുവനുമുണ്ട്. ഇന്ന് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പക്ഷേ സെക്കൻഡ് ഞാൻ വിചാരിക്കുന്നത് മലയാളമാണെന്നാണ്. കാരണം ലോകം ഒരു കാലത്ത് 100-200 കൊല്ലങ്ങൾ സഹോദരന്മാരുള്ള ഒരു പെരുമാറ്റപ്പെടുക അവരെ നമ്മൾ സ്വന്തമായി കണക്കാക്കി, നമ്മൾ സഹോദരങ്ങളെ കണക്കാക്കി പെരുമാറണമെങ്കിൽ അങ്ങനെയുള്ള സംസ്കാരമാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. എവിടെ ചെന്നാലും മലയാളികൾ ഇന്ന് ഇന്ത്യയിലെ എല്ലാ മലയാളികളും ഒരു വിധത്തിൽ നല്ല പ്രമുഖരായ എല്ലാ മലയാളികളെയും പരിചയപ്പെടാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയുകയാണ്. മലയാളികൾ വളരെ ചെറിയ രീതിയിൽ അന്ത്യ വരെ മലയാളികളുണ്ട്. അവർക്കൊക്കെ കേരളത്തും മലയാളത്തോടും വലിയ സ്നേഹമാണ്. ആ മലയാള സ്നേഹം മലയാള സ്നേഹം ഒരു ഭാഷ മാത്രമായിരിക്കരുത്. നമ്മൾ ഓരോരോ അങ്ങോട്ടുള്ള സ്നേഹം ഞാൻ ഒന്നാണെന്നുള്ള ബോധത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ തീർച്ചയായും നമുക്ക് സഹോദരത്തോട് നല്ലൊരു സ്നേഹമുള്ള രാജ്യത്തെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ശശി തരൂർ, പിന്നെ ഇവിടെ ഗോപി മുതുകാടൊക്കെ ഇവിടെയുണ്ട്. ശശി തരൂർ എന്ന് പറഞ്ഞാൽ വലിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അഭിമാനമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അവരെ പോകുന്നത് കാരണം പല കാര്യത്തിലുണ്ട്. ഇന്ന് നമ്മൾ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാട് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നിലപാടാണ് എടുത്തത്. രാജ്യസ്നേഹിയായ ഏതൊരു മനുഷ്യനും എടുക്കേണ്ട ഒരു തീരുമാനമാണ് ശശി തരൂർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒരു മലയാളി ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്നതിന് ഞങ്ങൾ ഈ CPM പോലെ അന്തസ്സ് കൂടിയിരിക്കുകയാണ്. எல்லாருக்கும் வணக்கம். நான் தான் மனஸ்வி. சாஷி தெரு டிவிக்கு லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள், சப்ஸ்கிரைப் பண்ணுங்கள், கமெண்ட் பண்ணுங்கள். மறக்காமல் அந்த பெல் ஐக்கானையும் கிளிக் பண்ணிடுங்க. அப்போ தான் உங்களுக்கு நோட்டிஃபிகேஷன்ஸ்லாம் வரும். தேங்க்யூ ஆல். பை பாய்.